إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി അല്ലാഹു ഇഷ്ടപ്പെടുന്നവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തന്ന ആ മാർഗത്തിൽ മുന്നോട്ട് പോയ സച്ചരിതരായ സലഫുകൾ, സാലിഹീങ്ങളായിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ സഞ്ചരിച്ച പാതയിൽ അല്ലാഹു അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ മഹത്തായ സമ്മാനമാണ് നമ്മുടെ മക്കൾ. ശുദ്ധ പ്രകൃതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു അശ്രദ്ധ കാരണം കൊണ്ട്, ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് മക്കൾ വഴിതെറ്റുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ
മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളായ നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കാലം മാറിയതിനനുസരിച്ചുകൊണ്ട് മക്കളുടെ നന്മയെക്കുറിച്ച് ആലോചിക്കുന്നവരും അന്വേഷണങ്ങൾ നടത്തുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മാത്രമല്ല, ചില അധ്യാപകരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് നമ്മുടെ ഉമ്മമാരെ കുറിച്ച്. അവർ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും കാലഘട്ടം എന്താണെന്ന് മനസ്സിലാക്കി ഉയർന്നു വരാൻ ഉമ്മമാർക്ക് ഉപ്പമാരെക്കാൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വരെ അഭിപ്രായപ്പെടുന്ന അധ്യാപകരുണ്ട്. എന്നാൽ അത് ഏത് മേഖലയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഒരു അന്വേഷണവും താല്പര്യവും പലപ്പോഴും ഭൗതികമായി മക്കൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, പഠനത്തിന്റെ കാര്യത്തിലൊക്കെ ഇത്തരം ശ്രദ്ധ ഉമ്മമാർക്കുണ്ട്. എന്നാൽ അതിൽ ഒതുങ്ങി പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദീനിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഉമ്മമാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കാൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത് ഉപ്പമാർക്കാണ്. രക്ഷിതാക്കളായ മറ്റുള്ള ആളുകളുമായി ബന്ധമുള്ള തന്റെ വ്യാപാരങ്ങളിലും വാണിജ്യങ്ങളിലും കച്ചവടത്തിലുമൊക്കെ എപ്പോഴും മറ്റുള്ള ആളുകളോടും ഒരുപാട് ബന്ധപ്പെടുന്ന ഉപ്പമാർക്കാണ് മതപരമായ കാര്യങ്ങളിലും ഉമ്മമാരെക്കാൾ മുൻപന്തിയിലുള്ളത്. എന്നാൽ ചില ഉമ്മമാരും അപ്രകാരം വളരെ മതബോധമുള്ള, പരിശുദ്ധ ഖുർആനിൽ അഗാധമായി അറിവുള്ള, അത്തരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഉമ്മമാരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളായിട്ടുള്ള ചില കുറ്റവാളികൾ, കുട്ടികളിൽ കുറ്റവാസന പെരുകി വരുന്നതിനെ, വർദ്ധിച്ചു വരുന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മേരി ബെൽ എന്നു പേരുള്ള തന്റെ 11ാമത്തെ പിറന്നാളിന്റെ ഒരു ദിവസം മുൻപ് 4 വയസ്സുള്ള മാർട്ടിൻ ബ്രൗൺ എന്ന കൊച്ചുകുട്ടിയെ കൈപിടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ ന്യൂകാസിൽ നഗരത്തിൽ ഒരാളൊഴിഞ്ഞ വീട്ടിലേക്ക് ഈ പെൺകുട്ടി പോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഈ 11 വയസ്സുകാരി ഈ 4 വയസ്സുള്ള കുഞ്ഞിനെ കഴുത്ത് തിരിച്ചു കൊല്ലുകയാണ്. മറ്റൊരു കുട്ടി അമർജിത് സദ എന്നു പേരുള്ള ഒരു കുട്ടിയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ ഹരം കണ്ടെത്തുന്ന 8 വയസ്സുകാരനായ അമർജിത് സദ ബീഹാറിൽ നിന്നുള്ള മറ്റൊരു നേർക്കാഴ്ചയാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്ത് സംഭവിച്ചത് എന്താണെന്ന്, മാതാവിന്റെ കഴുത്തറുത്തുകൊണ്ട് മകൻ കൊന്നത് തന്റെ ഒരു ആവശ്യത്തിനും പണം ചോദിച്ചപ്പോൾ അത് കൊടുക്കാത്തതിന്റെ പേരിലാണ്. ഇത്തരം സംഗതികൾ നമ്മുടെ കേരളത്തിലും ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ ജില്ലയിൽ തന്നെ, പരിസര പ്രദേശങ്ങളിൽ തന്നെ കാണാം. മക്കൾ മാതാപിതാക്കളോട് കയർക്കുന്ന, ദേഷ്യപ്പെടുന്ന, അതുപോലെ തന്നെ ആക്രമിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും പല കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോട്ടിലൂടെ പോകുന്ന, വാഹനങ്ങളിൽ പോകുന്ന, അങ്ങാടിയിലൊക്കെ കാണുന്ന കുട്ടികൾ ആ മാതാപിതാക്കളോട് പ്രതികരിക്കുന്ന രൂപങ്ങൾ കാണുമ്പോൾ സങ്കടം ഉണ്ടാവാറുണ്ട്. കാരണം എന്താണ് മക്കൾ അതിലേക്ക് നയിക്കുന്നത്? നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികളുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള, എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകൾ കൂടുതലുള്ള നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുറ്റവാസനകളുള്ള കുട്ടികളുള്ളത് എന്നാണ് പഠനം തെളിയിക്കുന്നത്. അത് നമ്മൾ നിസാരമായി കാണരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ കുറ്റവാളികൾ ആയി ജുവനൈൽ ഹോമുകളിലേക്ക്, അത്തരം ജയിലുകളിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിന് നമ്മൾ എന്തു വേണം? അവർ നല്ലവരായി വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്താണ് അതിന് പരിഹാരം? ഈ കാലഘട്ടത്തിൽ മക്കളെ മതപരമായി വളർത്തുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് തന്നെയാണ്, ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്.
പലപ്പോഴും പല മാതാപിതാക്കളും പരാജയപ്പെട്ട് അധ്യാപകരായ ഞങ്ങളെപ്പോലുള്ള ആളുകളോട് വന്ന് പറയുന്നത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ പറഞ്ഞത് മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന മാതാപിതാക്കളെ നമുക്ക് വിദ്യാലയങ്ങളിൽ കാണാൻ കഴിയും, PTA മീറ്റിങ്ങുകളിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് പിഴച്ചു പോയത്? നമ്മൾ മനസ്സിലാക്കുക. പരലോകത്ത് വിചാരണ നേരിടുന്ന വിഷയം സൂചിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ നരകത്തിൽ നിന്ന് ഇന്ധനമായി കത്തിക്കുന്നത്, അവിടെ വിറകുകളായി അവിടെ കത്തിക്കുന്നത് എന്താണെന്നോ, കല്ലുകളും മനുഷ്യരും ഇന്ധനമായി കത്തിക്കുന്ന നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാവൽക്കാരായ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്തവരാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത് പോലെ കുടുംബത്തെ, നമ്മുടെ മക്കളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്നാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ അതിന് പറഞ്ഞത് അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന് പറഞ്ഞതിന് വിശദീകരിച്ചപ്പോൾ അദ്ദിബൂഹും ഫഅഹ്സിനൂ തഅദീബഹും, മക്കളുടെ കാര്യത്തിൽ അവരെ അദബുള്ള സംസ്കാരമുള്ളവരാക്കി മാറ്റണമെന്നാണ്. ഫഅഹ്സിനൂ തഅദീബഹും, അവരുടെ ആ സംസ്കാരം പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നന്നായി മക്കളോട് അനുവർത്തിക്കണമെന്നാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മളെല്ലാവരും ഓരോ നിലക്ക് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, അൽ ഇമാമു റാഇൻ വഹു മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു ഇമാമ് ആ ഇമാമിന്റെ കീഴിലുള്ള ആ മഹലിലുള്ള മറ്റുള്ള ആളുകളെ ഉത്തരവാദപ്പെട്ടവരാണ്. ഒരു ഖതീബ് ഒരു ജുമുഅ നിർവഹിക്കുന്ന, ഖുതുബ നിർവഹിക്കുന്ന ആ ഖതീബ് അവിടെ എത്തിയ ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ, ഇസ്ലാമിനെ പറ്റി, ദീനിനെ പറ്റി, പരലോകത്തെ പറ്റി കൃത്യമായ ധാരണ കൊടുക്കേണ്ടതുണ്ട്. അവരെ നേർവഴിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാട്ടിൽ അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അവിടുന്ന് തുടങ്ങണം. അവിടുന്ന് അങ്ങോട്ട് ആളുകളെ പരിവർത്തിപ്പിക്കാൻ, നരകത്തിന്റെ കത്തിയാളുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഓരോ മനുഷ്യരും അവകാശപ്പെട്ടവരാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർ ഉത്തരവാദപ്പെട്ട ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. എത്രത്തോളമെന്നോ വറജുലു ഫി അഹ്ലിഹി, തന്റെ കുടുംബത്തിൽ ഒരു മനുഷ്യൻ, ആ കുടുംബത്തിന്റെ കാര്യം അല്ലാഹു അവനോട് ചോദിക്കും. അൻ റഇയതിഹി, അവന്റെ ഭരണീയരെ കുറിച്ച് അല്ലാഹു ചോദിക്കും. മാത്രമല്ല വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു പെണ്ണ്, ഒരു സഹോദരി തന്റെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. അവളോട് അതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. ഭാര്യ ഭർത്താവിനെ പറഞ്ഞ്, ഭർത്താവ് ഭാര്യയെ പറഞ്ഞ്, മക്കളുടെ കാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ജോലി ഒരാൾ ഏൽപ്പിച്ചതിന് ശേഷം അയാൾ നമ്മോട് ആ ജോലിയെ കുറിച്ച് ചോദ്യം ചെയ്യുമെങ്കിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ കാണിക്കും? അതുപോലെ ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച വലിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്ത ആ നമ്മുടെ ഭാര്യമാർ, ഇണകൾ, അവരിലൂടെ ഉണ്ടായ മക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. അവരുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ, ഒരു 7 അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബവും വീടും ഒക്കെ നന്നാകും, നമ്മുടെ മക്കളും കുടുംബവും ഒക്കെ നന്നാകും. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി തൗഹീദ് കൊണ്ട് അവരെ കൽപ്പിക്കുക എന്നതാണ്. മൂന്നാമത് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്നതാണ്. നാലാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുമെന്നുള്ള ഭയം
അവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അഞ്ചാമതായി കൊണ്ട് അവർക്ക് മാതൃകകളായി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർക്കും കുടുംബത്തിനുമൊക്കെ മാതൃകകളായി നമ്മൾ ജീവിക്കണം. ആറാമതായി അവരുടെ ചങ്ങാതിമാരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകാരാരൊക്കെയാണ് നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഏഴാമതായിട്ട് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ 7 കാര്യങ്ങൾ അല്പം വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. ഒന്നാമതായി സൂചിപ്പിച്ച പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വിശദീകരിക്കാൻ അതിനൊരു വിശദീകരണം ആവശ്യമില്ലാത്തതും സ്പഷ്ടമായ കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പ്രവാചകന്മാരുടെ ചരിത്രമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, അല്ലാഹുവേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം. നിസ്കരിക്കുന്നവൻ എപ്പോഴെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിസ്കരിക്കുന്ന ആളെന്നല്ല, എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളെന്നല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിൽ അടിവരയിടണം നമ്മൾ, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ എന്നാണ്. അവിടെ അദ്ദേഹം നിർത്തിയില്ല, വമിൻ ദുരിയതി, എന്റെ മക്കളെ എന്റെ സന്താനങ്ങളെയും എന്നെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ അപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, അദ്ദേഹം മക്കൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥന അതിനോട് ചേർത്ത് വെച്ചു. അത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. തള്ളപ്പെടാത്ത 3 പ്രാർത്ഥനകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൽ ഈ ഒരു സംഗതിയുണ്ട്. എന്താണെന്നോ, 3 പ്രാർത്ഥനകൾ അത് തള്ളപ്പെടുകയില്ല, അള്ളാഹു സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട, ആ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എണ്ണിയത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഒരാളെ അടിച്ചു വീഴ്ത്തിയ അക്രമിയായ മനുഷ്യനെതിരെ ഈ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് വദഅവത്തുൽ വാലിദി അലാ വലദിഹി, തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. മൂന്നാമത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. ആലോചിക്കണം, നമ്മൾ എത്രത്തോളം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ആലോചിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു ഒരു പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം കൺകുളിർമയുള്ള മക്കളാക്കാൻ, ഇണകളിൽ നിന്ന് കൺകുളിർമ കിട്ടാൻ. എങ്ങനെയാണ് കൺകുളിർമ കിട്ടുക? എങ്ങനെയാണ് ഇത് ലഭിക്കുക? അല്ലേ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അള്ളാഹു പരിഗണിച്ചാൽ, ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ ഇരു ലോകത്തും സൗഭാഗ്യം നമുക്ക് ലഭിക്കും. മാത്രമല്ല ഭാര്യമാരുടെ സന്താനങ്ങളിലുമുള്ള കൺകുളിർമ അവരുടെ ദീനിലും ദുനിയാവിലുമുള്ള ആഫിയത്താണ്. ദീനും ദുനിയാവും നല്ല നിലക്ക് കൊണ്ടുപോകുമ്പോഴാണ് മാതാപിതാക്കൾക്ക് കൺകുളിർമ കിട്ടുക. അതുകൊണ്ട് തന്നെ മക്കൾ ദീനില്ലാതെയാണ് വളരുന്നത് എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൺകുളിർമയില്ല. എത്ര തന്നെ സൗകര്യങ്ങൾ ഉണ്ടായാലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ല. കാരണം എന്താണ്? ആ മനുഷ്യൻ, ആ ഒരു വ്യക്തി ഇതിനനുസരിച്ച് ജീവിക്കുന്നു, പക്ഷെ മക്കളില്ല, ഭാര്യയില്ല, കൂടെ മക്കളുമില്ല, ഭാര്യയുമില്ല, തന്റെ കുടുംബക്കാരുമില്ല. പിന്നെ ഇയാൾക്ക് എന്ത് സമ്പത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ മനുഷ്യന്റെ മനസ്സിന് സമാധാനമില്ല, കൺകുളിർമില്ല. മക്കളെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. എന്റെ മോൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് ഒരു ഉപ്പാക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതിന് നമ്മൾ 5 നേരം നിസ്കരിക്കുന്നവരാകും. ആ 5 നേരം നിസ്കരിക്കുന്ന ഒരു മകൻ തന്റെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എന്റെ ഉപ്പാനെ ഖബർ വിശാലാക്കി കൊടുക്കണേ. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ പ്രാർത്ഥിക്കുകയാണ്. അത് പോരെ, അത് ഈ മക്കൾ അർഹരായി തീരണമെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന മക്കളായിട്ട് മാറണ്ടേ? പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് വരുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്നോ, 5 നേരം നിസ്കരിക്കുന്നവരാകണം നമ്മൾ. നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ, നമ്മൾ നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കണമെങ്കിൽ 5 നേരം നമ്മൾ നിസ്കരിക്കുന്നവരാകണം. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന സ്വീകരിക്കൂല. നമ്മൾ എത്ര നല്ലവരായിട്ടും കാര്യമില്ല. മിനിമം ക്വാളിറ്റിയാണ് 5 നേരം നിസ്കരിക്കുന്ന ആളുകളാകുക എന്നുള്ളത്, നിസ്കാരം നിലനിർത്തുന്നവരാവുക എന്നുള്ളത്.
ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്, പക്ഷെ സൂചിപ്പിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ധാരാളം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം, അധികരിപ്പിക്കണം. അള്ളാന്റെ തൗഫീഖ് കഴിഞ്ഞാൽ പിന്നെ അവർ നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥന മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന. അള്ളാന്റെ തൗഫീഖ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ ആരോട് പരാതി പറഞ്ഞിട്ടും കൗൺസിലിങ്ങിന് കൊണ്ടിട്ടും ഒന്നും കാര്യമില്ല എന്നല്ലേ. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ധാരാളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നത് വേറെ ഒന്നുകൊണ്ടും കഴിയില്ല. അതുകൊണ്ട് മാതാപിതാക്കളാണോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അത് അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ശൈത്താൻ പിന്തിരിപ്പിച്ചിങ്ങനെ വിടും. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം നമ്മൾ. അല്ലാഹു അത്തരത്തിലുള്ള മാതാപിതാക്കൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അവർക്ക് എതിരെ പ്രാർത്ഥിക്കുന്നവരാകരുത്. ചില ആളുകളൊക്കെ വിഷമുണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ അറിയാതെ വന്നു പോകുന്ന ചില വചനങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്, അപകടകരമായ വാക്കുകൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസികും വലാ തദഉ അലാ ഔലാദികും, നിങ്ങൾക്ക് എതിരിൽ നിങ്ങളുടെ സമ്പത്തിനോ സ്വന്തത്തിനോ മക്കൾക്കോ അതുപോലെ തന്നെ സമ്പത്തിനോ എതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം എന്താണെന്നോ, ലാ തുവാഫിഖു മിനല്ലാഹി സഅ യുസ്അലു ഫിഹാ അതാഉൻ ഫയസ്തജിബു ലക്കും. ഒരു സമയമുണ്ട്, ആ സമയം ഒത്തുവന്നാൽ, ആ സമയവും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയവും ഒത്തുവന്നാൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കൂല. അപ്പൊ മക്കൾക്ക് എതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു നിശ്ചയിച്ച ആ സമയത്തോട് ഒത്തുവന്നാൽ, എതിരാണെങ്കിൽ ശാപവാക്കുകളാണെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ നശിച്ചുപോയ മക്കൾ ചരിത്രത്തിൽ കാണാൻ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഒരിക്കലും മക്കൾക്കെതിരെ ശാപവാക്കുകൾ, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവരാകരുത് മാതാപിതാക്കൾ. കാരണം ഈ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ എതിരെ പ്രാർത്ഥിക്കരുത്. എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇമാം സുദൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെറുപ്പത്തിൽ വികൃതി കാണിക്കുന്ന അവസരത്തിൽ എന്താണ് പ്രാർത്ഥിക്കുക? പടച്ചോനെ, എന്റെ മോനെ ഹറമിലെ ഇമാമാക്കനെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുറുമ്പ് കാണിക്കുന്ന, വികൃതി കാണിക്കുന്ന മകനെ എടങ്ങേറാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, പടച്ച റബ്ബേ, എന്റെ മകനെ മക്കത്തെ ഹറമിലെ ഇമാമാക്കണെന്ന്. അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികൃതി കാണിക്കുന്ന, കുറുമ്പ് കാണിക്കുന്ന മക്കൾക്ക് എതിരെ പറയുക, അവരെ ചീത്ത പറയുക, ശകാരവാക്കുകൾ, ശാപവാക്കുകൾ പറയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം നമ്മൾ എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ സംഗതി. ഒരുപാട് വിശദീകരിക്കണം, പക്ഷെ ആ ഒന്നാമത് പ്രാർത്ഥന എന്നുള്ള നമ്മൾ മനസ്സിൽ തറച്ചു വെക്കുക. 2, തൗഹീദ് കൊണ്ട് കൽപ്പിക്കുക, ശിർക്ക് വിരോധിക്കുകയും ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ്. അഥവാ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ മക്കൾക്ക് ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ നിർദ്ദേശം കൊടുക്കും. പാർക്കിലൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഇവിടെ തന്നെ വരണം, ഇന്ന ഭാഗത്തു കൂടെ പോകണം, ഇങ്ങനെ കടക്കണം, നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട് അല്ലെ? അവർ വഴി തെറ്റിയാൽ അവിടെ തന്നെ വന്നു നിന്ന് ഒരുമിച്ച് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ് അത്. ആ ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കുന്ന എന്താണ്? എന്റെ മോന് നഷ്ടപ്പെടരുതെന്ന് വിചാരിക്കും. എന്നാൽ എന്നേക്കും നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന വഴികൾ, നരകത്തിലെത്തുന്ന വഴികൾ അവന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സ്വർഗത്തിലേക്ക് എത്തുന്ന വഴികൾ ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അതാണ്. സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലെത്തുന്നത് അവനാണ് വിജയിച്ചവൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ലുഖ്മാനുൽ ഹക്കീം എന്ന തത്വജ്ഞാനിയായ പണ്ഡിതൻ തന്റെ മകനെ ഉപദേശിക്കുന്നത് ഖുർആനിൽ കാണാം. എന്താണ് അദ്ദേഹം പറയുന്നത്? തന്റെ കുട്ടിയോട് പറയാണ്, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ഒന്നിനെ നീ പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ തെറ്റാണ്, അക്രമമാണ്, ഏറ്റവും വലിയ അക്രമമാണ്
അള്ളാഹു പങ്കു ചേർക്കുക എന്നുള്ളത്. അദ്ദേഹം തന്റെ കുട്ടിയോട് ഉപദേശിച്ചിട്ടുണ്ട്. നമ്മൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന പോലെ നമ്മുടെ മക്കളോട് ഇതുപോലെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അള്ളാഹു ഖുർആനിൽ നമ്മൾ ഈ ചരിത്രം പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക. അതുപോലെ ശിർക്കിന്റെ ഗൗരവം അദ്ദേഹം ബോധ്യപ്പെടുത്തി. ഇബ്രാഹിം ബികലിമത്തി തൗഹീദ്. തഫ്സീറിൽ കാണാൻ കഴിയുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളെ വിളിച്ച് ഉപദേശിച്ചത് കലിമത്ത് തൗഹീദ് കൊണ്ടാണ്. അദ്ദേഹം വസിയത്ത് കൊടുത്തത്, അന്ത്യോപദേശം കൊടുത്തത്, വസിയത്ത് കൊടുത്തത് കലിമത്ത് തൗഹീദ് കൊണ്ടാണ്. ഒരു പ്രവാചകന്റെ മക്കളാണ്. ആരാണ് മക്കൾ? വഹുമ ഇസ്മാഈൽ വ ഇസ്ഹാഖ്. രണ്ട് പ്രവാചകന്മാരാണ്. രണ്ട് പ്രവാചകന്മാരായ മക്കൾക്ക്, തൗഹീദുള്ള മക്കൾക്ക് ഉപദേശം കൊടുക്കുന്ന ഉപ്പ തൗഹീദ് കൊണ്ട് തന്നെ വസിയത്ത് കൊടുക്കുന്നു. അവസാനത്തെ അന്ത്യോപദേശം കൊടുക്കുകയാണ്, തൗഹീദ് കൊണ്ട് ഉപദേശിക്കുകയാണ്. ആലോചിക്കണം, നമ്മൾ രണ്ട് മക്കളും നബിമാരാണ്, തൗഹീദ് അറിയുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം ഉപദേശിച്ചെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ നിരന്തരം തൗഹീദ് കൊണ്ട് ഉപദേശിക്കണം. വിശദമായി നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ സംഗതി നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ചു, നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത്. നിന്റെ കുടുംബത്തെ നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. മാത്രമല്ല അതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയിട്ടുണ്ട്. പ്രവാചകനായ ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം നമസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നവരായിരുന്നു. അള്ളാഹിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ആളും കൂടിയാണ് ഇസ്മാഈൽ അലൈഹിസ്സലാം. ലുഖ്മാൻ അലൈഹിസ്സലാം തന്നെ മകനോട് ഉപദേശിച്ചത് മോനെ നിസ്കാരം, ഇവിടൊക്കെ നിസ്കാരം നിലനിർത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, നിസ്കരിക്കനെ കുറിച്ചിട്ടല്ല. നിസ്കാരം നിലനിർത്തുക. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ വെള്ളം കുടിക്കുന്ന പോലെ, വായു ശ്വസിക്കുന്നത് പോലെ കൃത്യമായിട്ടുണ്ട്. 5 നേരം നിസ്കരിക്കുക, അടുത്ത ദിവസം 5 നേരം നിസ്കരിക്കുക. അത് ഒരു വഖത്ത് പോലും തെറ്റാതെ മരിക്കുന്നത് വരെ കൊണ്ടുപോകുക. അതിനാണ് ഇഖാമത്തി സ്വലാ എന്ന് പറയുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമാണ് സ്വർഗം അല്ലാഹു നൽകുക. മുസ്ലിമായി തന്നെ പരിഗണിക്കുള്ളൂ. നോക്കൂ നിങ്ങൾ, ഇത്ര ഗൗരവമുള്ള സംഗതിയാണ്. മുറു ഔലാദകും ബിസ്സലാ ലിസബഇ. 7 വയസ്സായ മക്കളെ അറിയാം നമുക്ക് കൽപ്പിക്കണമെന്ന് നിസ്കാരം കൊണ്ട്. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൽ അടിക്കണമെന്ന് പഠിപ്പിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കൂ നിങ്ങൾ, ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയണം, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, മോഷ്ടാവിനേക്കാളും വ്യഭിചാരിയേക്കാളും മദ്യപാനിയേക്കാളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനേക്കാളും മോശമാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാവുകയും മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. അവൻ തൗബ ചെയ്ത് വീണ്ടും നമസ്കരിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ വധശിക്ഷക്ക് അവൻ അർഹനാവുന്നതാണ്. ഇസ്ലാമിക കോടതിയിലാണെങ്കിൽ അവൻ വധശിക്ഷക്ക് അർഹനാണ്. അത്രയും ഗൗരവപ്പെട്ട സംഗതിയാണ് നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. നാലാമത് അള്ളാഹു കാണുമെന്നുള്ള ഭയം മക്കളുടെ, അതുപോലെ നമ്മുടെ ഇണകളുടെ, കുടുംബത്തിലെ അംഗങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം. എപ്പോഴും അവർ പിന്നാലെ നടക്കാൻ നമുക്ക് കഴിയില്ല. ഹറാം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ചുറ്റുപാടും, അതിന്റെ എല്ലാ നിരക്കുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് അള്ളാഹു കാണുമെന്ന ചിന്ത ചെറുപ്പത്തിൽ തന്നെ മക്കളെ മനസ്സിലുണ്ടാക്കണം. നോക്കൂ നിങ്ങൾ, യാ ബുനയ്യ, അദ്ദേഹം ലുഖ്മാൻ അലൈഹിസ്സലാം തന്നെ പറയട്ടെ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. ഒരു കടുകുമണിയുടെ അത്രയുമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത് പാറക്കല്ലിന്റെ ഉള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അത് അള്ളാഹു കൊണ്ടുവരും. അത്രയും നിസാരപ്പെട്ട കാര്യം പോലും അള്ളാഹു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, എവിടെ പോയാലും എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു എന്നെ കാണും, അള്ളാഹു കാണാതെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ആ ചെറിയൊരു കുട്ടിയുടെ മനസ്സിൽ പോലും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കൺട്രോൾ ചെയ്യുന്നത് അവന്റെ മനസ്സിലുള്ള ആ പടച്ചറപ്പിനെ കുറിച്ച് ഭയമാണ്. അതാണ് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവർ ഏത് ക്യാമ്പസിൽ പോയാലും ആരെ കൂടെ താമസിച്ചാലും അവർ കൃത്യമായി പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അതാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അഞ്ചാമതായി മക്കൾക്ക് മാതൃകയായി നമ്മൾ മാറണം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകും. സുബഹിക്ക് നമസ്കരിക്കാൻ പോകുന്ന ഉപ്പമാരാവണം നമ്മൾ. മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന, സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കണം. പരിപാടികളിലേക്ക് പോകുമ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ അവർക്ക് ഒഴിവുള്ള സമയത്ത് മക്കളെ കൂടെ കൂട്ടണം. അതുപോലെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നവരാകണം നമ്മൾ. നമ്മൾ നല്ല നിലയിൽ പെരുമാറുന്നവരാ, അത് മക്കൾ കാണണം.
പ്രിയപ്പെട്ടവർ, അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നത്, അതുപോലെ തന്നെ മക്കൾക്കിടയിൽ ഒരു അനീതിയിലും ഒരു മക്കൾക്കിടയിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ പ്രത്യേകം ഇഷ്ടപ്പെടുകയും വേറൊരു കുട്ടിയെ പ്രത്യേകം ഒഴിവാക്കുകയും ചെയ്യുന്ന അവസ്ഥ മക്കൾക്കിടയിൽ അവർക്ക് തോന്നാൻ പാടില്ല. മക്കൾക്കിടയിൽ അനീതി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആറാമതായിട്ട് മക്കളുടെ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ഒക്കെ ചങ്ങാതിമാരെ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ അപകടം അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത് എന്താണെന്നോ, അർറജുലു അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഒരു കൂട്ടുകാരൻ എന്താണോ അവൻ ചെയ്യുന്നത് അതിൽ തന്നെയായിരിക്കും അവനുണ്ടാവുക. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരോടാണോ കൂട്ടുകൂടുന്നത് അവന് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണമെന്നാണ്. പലരും ചീത്ത സ്വഭാവങ്ങൾ പഠിക്കുന്നത് കൂട്ടുകെട്ടിലൂടെയാണ്. ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് കൂട്ടുകാരിൽ നിന്ന് കേട്ടിട്ടാണ്. മദ്യം, മയക്കുമരുന്നും ഒക്കെ സാമ്പിൾ നോക്കുന്നതും അതിലേക്ക് എത്തിപ്പെടുന്നതും ഒക്കെ കൂട്ടുകെട്ടിലൂടെയാണ്. ഇപ്പോൾ പ്രത്യേകമായി ചില ചങ്ങാത്തങ്ങൾ രൂപപ്പെടുന്നുണ്ട്. രാത്രിക്ക് 2 മണിക്കും 3 മണിക്കും 12 മണിക്ക് ശേഷവും ഒക്കെ ഇറങ്ങിപ്പോയി തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് രാത്രി ഉറക്കമില്ലാതെ 4 മണിക്കും 5 മണിക്കൊക്കെ തിരിച്ചു വീട്ടിലേക്ക് വരുന്ന കുറെ ചങ്ങാതിമാര് ഉണ്ട്. അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എവിടെയാണ് എന്തൊക്കെ ഫുഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ എത്തുകയും അവിടെ നിന്ന് ടേസ്റ്റ് നോക്കുകയും വീട്ടിൽ പോലും ഈ കുട്ടികളെ വീട്ടിൽ പോലും അവരെ ഉമ്മാക്ക് രാത്രി ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണുള്ളത്. പലരും അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്നാണ് പല മോശത്തരങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. അവരൊക്കെ മോശക്കാരാണെന്നല്ല, മറിച്ച് അതിനൊക്കെ ഒരു സമയവും കാലവും ഒക്കെ നിശ്ചയിച്ച് അതിനൊരു കൺട്രോള് മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചങ്ങാതിമാരെ ശ്രദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ഏഴാമതായിട്ട് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. മലമൂത്ര വിസർജന മര്യാദകൾ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, ശുചിത്വ ബോധം, പള്ളിയിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണം, ചെറിയ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരണം. പക്ഷേ അതിനുമ്പോ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ പള്ളിക്കാണ് വരുന്നത്, അവിടെ കളിക്കാൻ പാടില്ല, നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ ഓടാൻ പാടില്ല, ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് നിസ്കരിക്കണം പല കുട്ടി എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഉപദേശിച്ച് കുട്ടികളെ നമ്മൾ ശീലമാക്കണം. അതൊക്കെ അത്തരം കാര്യങ്ങളിൽ അകറ്റി നിർത്തുക. കുട്ടികളെ പള്ളിക്ക് കൊണ്ടുവരാണ്ടിരിക്കരുത്, മറിച്ച് അവരെ മര്യാദ പഠിപ്പിച്ചു കൊടുത്തിട്ട് പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെ ഇരിക്കണം, ഒരു റോഡിലൂടെ നടക്കുമ്പോൾ എങ്ങനെ നടക്കണം, കല്യാണ വീട്ടിൽ പോയാൽ എങ്ങനെ ആയിരിക്കണം, വിരുന്ന് വീട്ടിൽ പോയാൽ എങ്ങനെ, ഇതൊക്കെ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ടീച്ചർമാരൊന്നല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി അത് ശ്രദ്ധിക്കണം. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ചെറുപ്പത്തിൽ പ്രവാചകന്റെ കൂടെ വളർന്ന കുട്ടിയാണ്. ഞാൻ പ്രവാചകന്റെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്റെ കൈ ഇങ്ങനെ 4 ഭാഗം ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ച് ഒരിക്കൽ ഉപദേശിച്ചു, മോനെ യാ ഗുലാം സമ്മില്ലാ, മോനെ വിസ്മിച്ചല്ലേ, കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കട്ടോ, കുൽ മിമ്മാ യലീക, നിന്റെ അടുത്തുനിന്ന് കഴിക്കും. അതിനുശേഷം അദ്ദേഹം പറയാണ്, അതിനുശേഷം പിന്നെ എന്റെ ഭക്ഷണ രീതി അങ്ങനെ ആയി തീർന്നു. അപ്പൊ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കുട്ടി നേരെ ഭക്ഷണത്തിന് നടുവിൽ എടുക്കുമ്പോൾ ഇതേ മാതൃകയിൽ നമ്മൾ കുട്ടീനെ തിരുത്തണം. പൊന്നു മോനെ ബിസ്മി ചൊല്ലിപ്പോ എന്റെ കുട്ടി വലത് കൈ കൊണ്ട് കഴിക്കട്ടോ, നിന്റെ അടുത്തുനിന്ന് കഴിക്കട്ടോ. ആ കുട്ടിക്ക് എത്ര മര്യാദകളാണ് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ കൂടെ അവരെ ജീവിപ്പിച്ച് നമ്മുടെ കൂടെ മാതൃകയാക്കി അവരെ ഓരോ കാര്യങ്ങൾ സാന്ദർഭികമായി അവർക്ക് പറഞ്ഞു കൊടുത്ത് മര്യാദയുള്ളവരാക്കി നമ്മൾ അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه صلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവ് ലഭിക്കുന്നത് മതപരമായ അറിവിലൂടെയാണ്. മക്കളെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും മദ്രസകളും ഇതുപോലെ തന്നെ CRE കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ അങ്ങനെ നടന്നു വരുന്ന ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ മക്കളെ പങ്കെടുപ്പിക്കണം. നമ്മുടെ ഈ പള്ളിയുടെ കീഴിൽ ഈ ഒരു മഹല്ല സംവിധാനത്തിൽ വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം CRE ക്ലാസ് വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അതിന് പ്രാപ്തരായിട്ടുള്ള കുട്ടികൾ 10ാം ക്ലാസ് +2 ഡിഗ്രി തലം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വ്യവസ്ഥാപിതമായ ക്ലാസ്സുകളാണ് CRE ക്ലാസ്സിൽ ആഴ്ചതോറും നടക്കുന്നത്. അതിലേക്ക് നമ്മുടെ മക്കളെ കഴിയുന്നവർ പങ്കെടുപ്പിക്കണം. കഴിയുന്നവരെന്ന് പറഞ്ഞാൽ അതിന് പ്രാപ്തരായ കുട്ടികളെ രക്ഷിതാക്കൾ പങ്കെടുപ്പിക്കണമെന്ന് ഉറപ്പെടുത്താൻ. അതുപോലെ മുതിർന്ന കുട്ടികൾക്ക്
പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സംഘടിപ്പിക്കുന്ന മഹത്തായ ഒരു പരിപാടിയാണ് പ്രോഫ്കോൺ എന്നുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ പരത്തി കഴിഞ്ഞാൽ മതനിരാസത്തിനും അതുപോലെ ഈ ആളുകൾ യുക്തിവാദത്തിനും ലിബറലിസത്തിനും ഒക്കെ മറുപടി പറയുന്ന യുവ പണ്ഡിതന്മാർ വന്നിട്ടുള്ളത് ഇത്തരം ഈ പ്രോഫ്കോണുകളിലൂടെ കടന്നു വന്ന എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് അത്തരം കുട്ടികൾ, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്തേണ്ടതുണ്ട്. 11, 12, 13 തീയതികളിൽ, ഒക്ടോബറിൽ 11, 12, 13 തീയതികൾ തിരുവനന്തപുരത്ത് വെച്ചാണ് അത് നടക്കുന്നത്. അതിൽ പറ്റുന്ന ആളുകൾ അവരുടെ അഡ്രസ്സുകൾ കൊടുക്കുകയും അത്തരം കുട്ടികളുണ്ടെങ്കിൽ അവരെ ചേർത്തുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികളെ നന്മകൾ കേൾക്കാനും അവർക്ക് നേരിന്റെ വഴി പറഞ്ഞു കൊടുക്കാനും വലിയൊരു അവസരമാണ് ഇത്തരം പ്രോഗ്രാമുകൾ. നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുകയും പരിചയമുള്ളവരൊക്കെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് അതിലേക്ക് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഒരുപാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്, എങ്ങനെയായിരിക്കും ഇസ്ലാം ആയിത്തീരുക എന്നുള്ളത് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിന്റെ തുടർച്ചയായി മക്കളെ യഥാർത്ഥത്തിൽ ദീനീബോധമുള്ളവരാക്കി വളർത്തുക എന്നത് അതിനേക്കാൾ വലിയ കാര്യമാണ്. നമ്മളതിൽ അലംഭാവമോ അശ്രദ്ധയോ വന്നു പോയാൽ പിന്നീട് മക്കൾ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്തുമാറാകട്ടെ. അവർക്ക് ഏറ്റവും നല്ല ദീനീബോധത്തോടു കൂടി മാതൃകാപരമായി ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു അവർക്കും നമുക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അവരുടെ എല്ലാ നിലക്കുള്ള രോഗാവസ്ഥയും മാറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നിലക്കുള്ള കച്ചവടങ്ങളിലും മറ്റുള്ള ഭൗതികമായിട്ടുള്ള മഈശത്തിലും അള്ളാഹു ബർക്കത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا بانواع رحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.